ഈ ഗോഡൌണിൽ എന്നും പ്രവർത്തനമൊക്കെ ഉള്ളതല്ലേ? ജോലിക്കാരൊക്കെ വന്നു പോകുന്ന ഇടമായിരിക്കില്ലേ? എങ്ങനെയാണ് അവിടെ മൃതദേഹം ഒളിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക? അല്ല, ഇത് ഒരു ഒഴിഞ്ഞ ഗോഡൗൺ ആണ്. ഇവിടെ കാര്യമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് ഈ അലങ്കാരത്തിനും മറ്റും സ്ഥാപിക്കുന്ന വിളക്കുകൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. പിന്നെ ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ്. തൊട്ടടുത്ത് 1-2 വീടുകൾ മാത്രമാണുള്ളത്. മറ്റു വിജനമായ പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരാൾ പെട്ടെന്ന് വന്ന് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനങ്ങളും മറ്റുമായി വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ജോമോൻ്റെ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ ഒരു ഘട്ടത്തിലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. രാവിലെ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ വിവരം അറിഞ്ഞ് ഈ ഗോഡൌൺ തേടി ഇവിടെ എത്തിയതിന് ശേഷമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അറിയുന്നത്. ഈ ചുറ്റുവട്ടത്തുള്ള ആർക്കും ഇതിനെക്കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് ഈ കാപ്പ കേസിലെ പ്രതിയെ താമസിച്ചിരുന്നു എന്ന് പോലും ഈ പ്രദേശത്തുള്ള ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് തന്നെ എത്തേണ്ടി വരും. കാരണം കൊട്ടേഷൻ സംഘാംഗങ്ങളെയൊക്കെ എത്തിച്ച് കൊല നടത്തുകയായിരുന്നു. ദീർഘനാളായിട്ട് ഇവർ തമ്മിൽ വലിയ വൈരാഗ്യമുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയെ ഒരിക്കൽ ഈ ജോമൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നു വിവരങ്ങളുണ്ട്. കൂടാതെ അവിടുന്ന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു നീല ഒമിനി വാനിൽ ഈ പ്രതികൾ ഒരാളെ തട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ജോമോന്റെ ചെരുപ്പും അതോടൊപ്പം തന്നെ മുണ്ടും ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ 4:30 കൂടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നത്. അപ്പം ഇദ്ദേഹം പുലർച്ചെ നടക്കാൻ പോകുന്ന ഒരാളാണ്. അങ്ങനെ നടക്കാൻ പോകുന്ന വഴിക്ക് ഒമിനി വാനിലെത്തി ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ദിബീഷ്. രാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോഡൌണിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഇവിടുത്തെ മാൻഹോളിൽ മൃതദേഹം ഒളിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് പോലീസ് ബലമായി സംശയിക്കുന്നത്. എന്തായാലും പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബിസിനസ് തർക്കങ്ങളുടെ പേരിലാണ്, അതുമൂലമുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലാണ് കലയന്താനിക്ക് സമീപം കാറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്ന ആളുടെ ഗോഡൌണിൽ ഈ മൃതദേഹം ഒളിപ്പിച്ചു എന്ന് കാണുന്നത്. കാപ്പ കേസ് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തിയത്. ബിജു ജോസഫിനെ കാണാനില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് ഭാര്യ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണവും മറ്റേ കേസിൽ അന്വേഷണം കൂടി ചേർന്നപ്പോഴാണ് ഇതിൽ കൊലപാതകം എന്ന ഒരു സൂചനയിലേക്ക് പോലീസ് എത്തുകയും തുടർന്ന് ഈ ഗോഡൌണിൽ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത്. ആ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഗോഡൌണിൻ്റെ ഉള്ളിലായതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലെന്ന് തോന്നുന്നു. അതെ, കൃത്യമായ വിവരങ്ങൾ ആണ് ഉള്ളത് എങ്കിൽ മൃതദേഹം ഒളിപ്പിച്ച സ്ഥലത്ത് തന്നെ പരിശോധന നടത്തി മൃതദേഹം വീണ്ടെടുക്കാൻ കഴിയും. വലിയ ജനക്കൂട്ടത്തെ അവിടെ കാണുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ് അവിടെ തടിച്ചു കൂടിയവരാണ്. അവരെ ഈ ഗോഡൌണിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പോലീസ് സംഘം ഇപ്പോൾ ഗോഡൌണിനകത്ത് പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജെയിൻ, കൂടുതൽ പോലീസ് സംഘം എത്തിയിട്ടുണ്ടോ? ഈ ആളുകളുടെയും വലിയൊരു സാന്നിധ്യം ഉണ്ടല്ലോ അവിടെ. ആളുകളെ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. മറ്റാരെങ്കിലും ഈ സംഭവത്തിൽ പ്രതികളാണ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അതോ കൃത്യമായി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവർ മാത്രമാണോ ഈ കൊലപാതകത്തിൽ പങ്കാളികൾ? മൊത്തം 4 പേരുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിൽ 3 പേര് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ 2 പേര് കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. അതിൽ ഒരാൾ കണ്ണൂർ സ്വദേശിയും ഒരാൾ എറണാകുളം സ്വദേശിയുമാണ്. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഈ ദേവമാത കാറ്ററിംഗ്സ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിരുന്ന ജോമോനാണ്. ഇങ്ങനെ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. കൂടാതെ ഒരാൾ കൂടി ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നും വിവരങ്ങളുണ്ട്. ഈ ബിജുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടർ ഇവർ എറണാകുളത്തേക്ക് കടത്തിക്കൊണ്ട് പോയി എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച രാവിലെ ഈ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് വലിയ ബഹളം കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ സമീപത്തുള്ള ഒരു കുടുംബം ആ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പരാതിയൊന്നും പോലീസ് സ്റ്റേഷനിൽ എത്താത്തത് കൊണ്ട് തന്നെ പോലീസ് അത് ഗൗരവമായി എടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആദ്യ സമയത്ത് തന്നെ അന്വേഷണം ആരംഭിക്കുമായിരുന്നു. പക്ഷേ ഈ ബിജു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേളാങ്കണ്ണിക്കും മറ്റും ദീർഘയാത്ര വീട്ടിലൊന്നും പറയാതെ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ഈ കുടുംബം സംശയിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച പരാതി നൽകുന്നത്. ആ പരാതി ലഭിച്ചതിന് ശേഷമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു 90% നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇവിടെ തന്നെയാണ് ഈ മൃതദേഹം ഉള്ളത് എന്നുള്ളത്. മാൻഹോളിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ്. ഇതൊരു കാറ്ററിംഗ് സ്ഥാപനമായതുകൊണ്ട് തന്നെ ഈ പാചകത്തിൻ്റെ വേസ്റ്റും വെള്ളമൊക്കെ പോകുന്നതിന് ഏതാണ്ട് 5 അടി താഴ്ചയിലേറെ വലുപ്പമുള്ള ഒരു വേസ്റ്റ് ടാങ്കും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിലേക്ക് ഈ മൃതദേഹം ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ വശം കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന.
പക്ഷേ ഇതെല്ലാം ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബിജു ജോസഫിന്റെ മൃതദേഹം എടുത്താൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ 100% ഉറപ്പിച്ച് പറയാൻ കഴിയൂ. എന്തായാലും പ്രാഥമികമായി അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന വിവരം അനുസരിച്ച് മൃതദേഹം ഇവിടെ തന്നെയാണ്. ദീർഘനാളായിട്ടുള്ള ഒരു വൈരാഗ്യം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ദിവേഷ്, രാജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധനയാണ് നടക്കുന്നത്. കലയന്താനിയിലെ ഗോഡൌണിൽ ആണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിലെ മാൻഹോളിൽ ഈ മൃതദേഹം ഒളിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് പോലീസ് ബലമായി സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയുമായി അവിടെ എത്തി പോലീസ് പരിശോധനയിലേക്ക് കടക്കുന്നത്. ബിസിനസ്സുമൊക്കെയായി ബന്ധപ്പെട്ട വൈരാഗ്യങ്ങളാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കേസിലെ പ്രതിയെ പിടികൂടുകയും ആ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി കിട്ടുന്നത്. ജെയിൻ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചേരുന്ന പ്രേക്ഷകർക്കായി കൃത്യമായി ഈ ഒരു കേസ് തുടങ്ങുന്നത് എങ്ങനെയാണ്, ആദ്യമായി പരാതി വരുന്നത് എങ്ങനെയാണ്, ഈ കൊല്ലപ്പെട്ട ബിജുവും ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുമായിട്ട് തമ്മിലുള്ള ഇഷ്യൂ എന്തായിരുന്നു ശരിക്കും? ദിവേഷ്, വ്യാഴാഴ്ച രാവിലെ 4:30 ബിജു ജോസഫ് തൻ്റെ വീട്ടിൽ നിന്ന് നടക്കുന്നതിനും അതോടൊപ്പം തന്നെ ചായ കുടിക്കുന്നതിനുമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അദ്ദേഹം മൊബൈൽ ഫോൺ എടുത്തിരുന്നില്ല. ഈ സമയത്ത് ഈ സംഘത്തിലുള്ള 4 പേർ ചേർന്ന് നീല ഒമിനി വാനിൽ എത്തുകയും ഇദ്ദേഹത്തെ വഴിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവം നടന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി ലഭിക്കുന്നത് ഇന്നലെ മാത്രമാണ്. കാരണം ബിജു ഇടയ്ക്ക് ഇങ്ങനെ ദീർഘയാത്ര വീട്ടിലൊന്നും പറയാതെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കുടുംബം സംശയിച്ചില്ല. പക്ഷേ ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക്, ഈ വ്യാഴാഴ്ച തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ബിജുവിനെ തട്ടിക്കൊണ്ടു പോയ ഭാഗത്തുനിന്ന് ഒരു കുടുംബം വിളിച്ച് അവിടെ രാവിലെ പുലർച്ചെ വലിയ കരച്ചിലും ബഹളവും കേട്ടു. അവിടെ നിന്ന് ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നൊരു വിവരം പോലീസിന് നൽകിയിരുന്നു. പക്ഷേ പോലീസിൽ മാൻ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിക്കാത്തതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് മുഖവിലയ്ക്ക് എടുത്തില്ല, അല്ലെങ്കിൽ കാര്യമായ ഗൗരവത്തോടെ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്നലെ പരാതി ലഭിച്ചു. പരാതി ലഭിച്ചതിനൊപ്പം തന്നെ പറവൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കാപ്പ കേസിലെ പ്രതിയെ അയാൾ ഒളിവിൽ പോയി എന്നുള്ള വിവരം തൊടുപുഴ ഭാഗത്തുണ്ട് എന്ന് അയാളുടെ മൊബൈൽ ലൊക്കേഷൻ വെച്ച് കണ്ടെത്തുകയും അതനുസരിച്ച് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ എത്തി ഈ ഗോഡൌണിൽ നിന്ന് ഈ കേസിൽ ഒരു സംശയിക്കപ്പെടുന്ന ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അയാളുടെ പരാതി, അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഈ ബിജുവിൻ്റെ ഭാര്യ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ആ സമയത്ത് സംശയമുള്ള ആളുകളുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഈ ദേവമാത കാറ്ററിംഗ് നടത്തുന്ന ജോമോൻ എന്ന ആളുടെ പേര് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ കാപ്പ കേസിലെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ വിശദമായ ചോദ്യം ചെയ്യലിൽ തന്നെയാണ് ഈ കൊലപാതകം ഇങ്ങനെ നടത്തി എന്ന വിവരം ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി ഈ മറ്റ് 2 പ്രതികൾ, അതായത് ജോമോനെയും ജോമോൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കൊട്ടേഷൻ സംഘാംഗത്തെയും പിടികൂടുകയായിരുന്നു. ജോമോൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതൊക്കെ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ച് ഈ ഗോഡൌണിൽ മാൻഹോളിനുള്ളിൽ മൃതദേഹം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ബിനു ജോസഫിന്റെ മൃതദേഹം ഈ ഗോഡൌണിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്.